എക്സാം ഹൺ ചാനലിൽ നമ്മളൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്കാണ് ഈ വീഡിയോയിൽ പോകുന്നത്. അതിന് മുൻപായിട്ട് ഒരു കാര്യം പറയാതെ നമ്മൾ അറിയാം, ഇന്നലെ LDC റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രിലിംസിൽ കയറി പറ്റിയവർക്ക് എല്ലാവർക്കും എൻ്റെ കൺഗ്രാറ്റ്സ്. ഇനി അതിൽ ഇടം കണ്ടുപിടിക്കാൻ പറ്റാത്തവർക്ക് ഡോണ്ട് വെറി അറ്റ് ഓൾ. നമുക്കറിയാം അല്ലേ, കമ്മലിട്ടവൾ പോയാൽ കടുക്കനിട്ടവൾ വരും എന്ന് പറയില്ല. അതുമാതിരി 10th ലെവൽ പോയാലും പേടിക്കാനില്ല, +2 ലെവലും അതുപോലെ ഡിഗ്രി ലെവലും വേണ്ട. നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റും അങ്ങനെല്ലാം വരുന്നുണ്ട്. ഒരുപാട് ഹൈ പേയിങ് ആയിട്ടുള്ള ജോബുകൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ പലതും പറയുന്നുണ്ടാവും, ഇത്രയും വയസ്സായിട്ട് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, ജോലിയൊന്നും കിട്ടിയില്ല എന്നൊക്കെ പലരും പറയും. ആ നെഗറ്റീവ് ഇതിലൊന്നും നമ്മൾ വീഴാതിരിക്കുക. നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് എന്താണോ, ഏതാണ് എക്സാമാണോ വരുന്നത് അതിനു വേണ്ടി പഠിക്കുക. അപ്പോൾ ആ പഠനത്തിലുള്ള പ്രിപ്പറേഷനുള്ള ഒരു ചവിട്ടുപടി എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് മാത്രമല്ല PSC, UPSC എക്സാംസിനൊക്കെ ഡെഫിനറ്റ്ലി ചോദിക്കുന്നൊരു സെക്ഷനാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഇവിടെ നിങ്ങൾക്ക് വരാവുന്ന ഡൗട്ടാണ്, ഇപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടില്ലല്ലോ, പിന്നെ എന്തിനു പഠിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ സിലബസിൽ നിന്ന് എടുത്ത് നോക്കിയാൽ മതി. സിലബസിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ചെയ്യാൻ പോകുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൽ ആ ഒരു ഫീച്ചേഴ്സ് എന്താണ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആയിട്ടുള്ള എക്സാമ്പിൾസിൻ്റെ ഫീച്ചേഴ്സ്, ആ സെൻറ്റൻസസിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കും. 1, 2 അതിൻ്റെ റൂൾസ്, ഏത് റൂൾസ് പഠിച്ചാലാണ് നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കും. ഓക്കെ, ആൻഡ് ഡെഫിനറ്റ്ലി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് വെച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ഒരുപാട് റൂൾസ് ഇങ്ങനെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ 8 ടെൻസുകൾ അതിൻ്റെ റൂൾസ് പഠിച്ചുകൊണ്ടിരുന്നാൽ അത് അത്ര എഫക്റ്റീവ് ആവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. ഇപ്പോൾ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ 2 രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, യു ആർ വാച്ചിങ് ദിസ് വീഡിയോ, അല്ലെങ്കിൽ ഐ ആം ടേക്കിംഗ് എ ക്ലാസ്, ഐ ആം ടേക്കിംഗ് എ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ഡിറക്റ്റ് ആയിട്ടുള്ളൊരു പറച്ചിലാണ്. ഇപ്പം ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് എഴുതാം, ഐ ആം ടേക്കിംഗ് എ ക്ലാസ്. ഓക്കെ, അപ്പൊ ഇത് മറ്റൊരു രീതിയിൽ പറയാം അല്ലേ, എ ക്ലാസ് ഇസ് ബീയിങ് ടേക്കൺ ബൈ മീ എന്ന് പറയാം. അപ്പം ഈ രീതിയിൽ ഏത് എന്താ പറയുക, ഈ സെന്റൻസിനെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന 2 തരം വോയിസുകളെയാണ്, 2 തരം സ്റ്റൈൽ ഓഫ് പ്രസന്റേഷനെയാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ എന്താണ്, ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമ്മൾ നോക്കുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത് ആക്റ്റീവ് ഫോമിലാണ് കിടക്കുന്നത്. അതെങ്ങനെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇംഗ്ലീഷിലെ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ, ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് SVO പാറ്റേണിലാണ്. എങ്ങനെയാണ്? സബ്ജക്ട്, വെർബ് ആൻഡ് ഓബ്ജക്ട് പാറ്റേണിലാണ്. മലയാളത്തിൽ അത് എങ്ങനെയാണ്? SOV പാറ്റേണിലാണ് അല്ലേ. എന്താണ്, രാമൻ രാവണനെ കൊന്നു എന്ന് പറയുമ്പോൾ രാമൻ സബ്ജക്റ്റ്, രാവണനെ എന്നുള്ളത് ഒബ്ജക്റ്റ്, വേർബ് എന്ന് പറയുന്നത് കൊന്നു എന്നുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അത് ഇംഗ്ലീഷിൽ പറയാൻ റാം കിൽ രാവണ എന്നേ വരുള്ളൂ. അതായത് SVO പാറ്റേണിലാണ് വരിക നമുക്കറിയാം. ഓക്കെ, അപ്പം ഇവിടെ എംഫസിസ് എന്ന് പറയുന്നത്, ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെന്റൻസിന്റെ എംഫസിസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിലായിരിക്കും? ഡൂവർ ഓഫ് ദി ആക്ഷനിലായിരിക്കും. ആക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും വേർബ് സൂചിപ്പിക്കുന്ന വാക്കാണ്. അപ്പൊ ആ വേർബ് ചെയ്യുന്നത് ആരോ അയാളിലാണ്, ഡൂവർ ഓഫ് ദി ആക്ഷനിലാണ് എപ്പോഴും എംഫസിസ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഐ ആം ടേക്കിംഗ് എ ക്ലാസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് എ ക്ലാസ് ഇസ് ബീങ് ടേക്കൺ ബൈ മീ എന്ന് പറയുമ്പോഴോ, അപ്പൊ ക്ലാസ് എന്ന് പറയുന്നത് എന്താ, ഇവിടെ ഒബ്ജക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റിലാണ്. ഇപ്പൊ ഈ വേർബിനോട് എന്ത് എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ഒബ്ജക്റ്റ് എന്ന് നമുക്കറിയാം. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ ക്ലാസ്സിനാണ് അവിടെ പ്രാധാന്യം. അങ്ങനെ വരുമ്പോഴാണ് അത് പാസീവ് വോയിസിൽ വരിക. അത് ജസ്റ്റ് ഞാനൊരു ആമുഖമായി പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു സെന്റൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ചെയ്ത് നോക്കാമല്ലോ. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കുറച്ചുകൂടി ഷോർട്ടാണ്, ഡിറക്റ്റ് ആണ് അല്ലേ, ടു ദ പോയിന്റ്, ആൻഡ് എന്താണ്, ദ സ്ട്രെസ് or emphasis is on stress
ഈസ് ഓൺ ദ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഡൂവർ ഓഫ് ദി ആക്ഷൻ എന്ന് പറയാം. ഡൂവർ ഓഫ് ദി ആക്ഷൻ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് കാണാണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, ഇനി പാസീവ് ആണെങ്കിലോ നമുക്കറിയാം എ ക്ലാസ് ഇസ് ബീയിങ് ടേക്കൺ ബൈ മീ എന്നാണ് പറയുന്നത്. പാസീവിന്റെ ഒരു ജനറൽ ആയിട്ട് നമ്മൾ പറയുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് ആണെങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ പറയുന്നു. നേരെ മറിച്ച് പാസീവിലേക്ക് വരുമ്പോൾ ഈ എന്താണ് ഈ നടക്കുന്ന ആക്ഷനിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാൾ, ഒരു ഓൺ ലുക്കർ, ബൈ സ്റ്റാൻഡർ, മാറി നിന്ന് ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്നത് ജേർണലിസ്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പം അയാളുടെ ഒരു റിപ്പോർട്ട് ശൈലിയിലാണ് അദ്ദേഹം അത് എഴുതുക. പക്ഷെ ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, പിന്നെ മാത്രമല്ല ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ ഈ ഡൂർ ഓഫ് ദി ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു സാധനത്തിലും നമുക്ക് എന്ത് പറയാം, നമ്മളിങ്ങനെ പാസീവ് വോയിസിൽ എഴുതും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ്, millions of dollars were donated to the എന്താണ് ചാരിറ്റി എന്നോ അല്ലെങ്കിൽ ഓർഫനേജ് എന്നോ പറയാം. അപ്പോൾ അവിടെ millions of dollarsനാണ് പ്രാധാന്യം. അതവിടെ ഒബ്ജക്റ്റ് ആണ്. ആര് കൊടുത്തു എന്നുള്ളതിനാണ് പ്രാധാന്യമെങ്കിൽ നമുക്ക് അത് വേറെ രീതിയിലാവും. അത് ആക്റ്റീവ് വോയിസിലേ പറയുള്ളൂ. എങ്ങനെയാണ്, ദ പ്രൈം മിനിസ്റ്റർ ഡൊണേറ്റഡ് $1 million to the orphanage എന്ന് പറയുമ്പോൾ കണ്ടോ. അപ്പോൾ ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ന്യൂട്രൽ ആണ്, കുറച്ചും കൂടി ആക്റ്റീവ് വോയിസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലോങ്ങർ സെന്റൻസ് ആയിരിക്കും. ആൻഡ് ദ സ്ട്രെസ് ഇസ് ഓൺ, എവിടെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്, ഓൺ ദ റിസീവർ ഓഫ് ദി ആക്ഷൻ. അതാണ് റിസീവർ ഓഫ് ദി ആക്ഷനിലാണ് എന്ത് സ്ട്രെസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിന്റെ ജനറൽ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ റൂൾസ് എന്താണെന്ന് വേറൊരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിന് പ്രധാനമായിട്ട് 3 റൂൾസ് ആണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഒരു സെന്റൻസ് എഴുതാം. ദി ഹണ്ടർ ഷോട്ട് എ ടൈഗർ. ദി ഹണ്ടർ ഷോട്ട് എ ടൈഗർ. എന്താണ് സെന്റൻസിന്റെ അർത്ഥം? വേട്ടക്കാരൻ ഒരു കടുവയെ വെടിവെച്ചു അല്ലേ, എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഷോട്ട് ഇപ്പൊ ഏത് ടെൻസിലാണ് ഈ സെന്റൻസ് കിടക്കുന്നത്? വെടിവെച്ചു എന്നാണ്, വെടിവെക്കുന്നു എന്നല്ല അല്ലെ. അപ്പോൾ എന്താണ്, പാസ്റ്റ് ടെൻസിലാണ് കിടക്കുന്നത് മനസ്സിലായി. ഷോട്ട് അല്ലെ, പാസ്റ്റ് ടെൻസിലാണ് കിടക്കുന്നത് മനസ്സിലായി. ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. അതുപോലെ ഓക്കെ, അപ്പൊ ആ 3 റൂൾസ് എന്താന്ന് ഞാൻ പറയാം. അതിനു മുൻപ് ഇത് ഏത് വോയിസിലാണ് കിടക്കുന്നത്? ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ? എങ്ങനെ ഓർക്കണം? നേരത്തെ നമ്മൾ അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ നമുക്കറിയാം ഡിറക്റ്റ് ആയിരിക്കും, സ്ട്രെസ് എന്തിലായിരിക്കും, ഡൂവർ ഓഫ് ദി ആക്ഷനിലായിരിക്കും. ഇവിടുത്തെ ആക്ഷൻ നമുക്കറിയാം ഷോട്ട് എന്നാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന ആളെയാണ് ഡൂവർ ഓഫ് ദി ആക്ഷൻ എന്ന് പറയാം. അപ്പോൾ അത് ഹണ്ടർ ആണ്. ഇത് റിസീവ് ചെയ്യുന്നതാണ് ടൈഗർ. മനസ്സിലായി? അപ്പോൾ ഹണ്ടർ ഷോട്ട് ടൈഗർ എന്നുള്ളത് ഏത് വോയിസിലാണ്? ആക്റ്റീവ് വോയിസിലാണ് കിടക്കുന്നത്. മനസ്സിലായി അല്ലേ? ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിനുള്ള പ്രധാന റൂൾസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3 റൂൾസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എക്സ് റൂൾ ആണ്. എന്താണ് ഈ എക്സ് റൂൾ? ജസ്റ്റ് അത് ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിന് അങ്ങനെ പറയുന്നേ ഉള്ളൂ. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ആക്റ്റീവ് സെന്റൻസ് ആണെങ്കിൽ, ഏത് ഇവിടെ ഉള്ളത് ആക്റ്റീവ് സെന്റൻസും ഇവിടെ ഉള്ളത് പാസീവ് സെന്റൻസും ആണെങ്കിൽ ഇവിടുത്തെ സബ്ജക്റ്റ് ഈ പാസീവ് ഫോമിലേക്ക് വരുമ്പോൾ ഒബ്ജക്റ്റ് ആകും. അതുപോലെ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലേ, ഇതിൽ ഹണ്ടർ ആണ് സബ്ജക്റ്റ് എന്നറിയാം, ഇവിടെ ടൈഗർ എന്നുള്ളതാണ് ഒബ്ജക്റ്റ് എന്നറിയാം അല്ലേ. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം എങ്ങനെ വരികയെന്ന്. അത് പാസീവ് വോയിസിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഇവിടെ സബ്ജക്റ്റ് ആയി മാറും. പുറകിലുള്ള ആൾ മുന്നിലേക്ക് വരും, മുന്നിലുള്ള ആൾ പുറകിലേക്ക് പോകും. ഇത്ര ആലോചിക്കാം. അപ്പൊ അതൊരു എക്സ് സിമ്പിളൊന്നും ഓർത്താൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ബി ഫോംസ് ഓഫ് ദി വേർബ് പ്ലസ് V3
വരും. എന്തില്? പാസീവ് വോയിസിൽ. പാസീവ് വോയിസിലാകുമ്പോൾ ഇത് രണ്ടും ഇത് തന്നെയാണ് പറഞ്ഞത്, സ്റ്റേറ്റിംഗ് മാത്രം. ബി ഫോംസ് ഓഫ് ദ വേർബ് പ്ലസ് V3 ഫോം നമുക്ക് ആഡ് ആകും. അപ്പോൾ ഈ ബി ഫോംസ് ഓഫ് ദ വേർബ് എന്താണെന്ന് ഞാനിവിടെ സൈഡിൽ പറയാം. ഓക്കെ, ബി ഫോംസ് ഓഫ് ദ വേർബ് എന്ന് പറഞ്ഞാൽ അതിന് മറ്റ് വേറെയും 2 പേരുകളുണ്ട്. അതിന് എന്താണ്? ഓക്സിലറി വേർബ്സ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സ് എന്നൊക്കെ പറയും. ഓക്കെ, എന്താണ് ഓക്സിലറി അഥവാ ഹെൽപ്പിംഗ് വേർബ്സ്? അതായത് അതിനകത്ത് ഒരു റൂട്ട് വേർഡ്, ഇപ്പൊ ഈ ഷൂട്ട് എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ കിൽ അങ്ങനത്തെ ഒരു റൂട്ട് വേർബ് ഉണ്ടാവില്ല, മറിച്ച് അത് ഹെൽപ്പ് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത് ഒരു സെന്റൻസിൽ. മനസ്സിലായില്ലേ? അപ്പൊ അതിനാണ് ഓക്സിലറി അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് പറയുന്നത്. ഇത് ഓരോ ടെൻസിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. അതായത് ഇപ്പൊ പ്രസന്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി അല്ലെങ്കിൽ ബി ഫോംസ് ഓഫ് ദ വേർബ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ. കാണുന്നുണ്ടല്ലോ അല്ലെ? ഇനി പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാലോ വാസ് അല്ലെങ്കിൽ വേർ. ഓക്കെ, സിംഗുലർ ആണെങ്കിൽ ഇവിടെ ഈസ്, ഇവിടെ പ്ലൂറൽ ആണെങ്കിൽ ആർ. ആം എന്നുള്ളത് ഐൻ്റെ ഒപ്പം യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. ഇനി വാസ് സിംഗുലർ, ഇത് പ്ലൂറൽ വരുമ്പോൾ. ഫ്യൂച്ചറിലാണെങ്കിൽ വിൽ എന്നുള്ള വാക്ക് വരും നമുക്കറിയാം. പിന്നെ കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, കണ്ടിന്യൂസിൻ്റെ ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ, പാസീവ് ഫോമിക്ക് മാറ്റുമ്പോൾ വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബീയിങ് എന്ന് ആഡ് ചെയ്യണം. പെർഫെക്റ്റ് ടെൻസിൻ്റെ അഡീഷൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ബീയിങ് എന്ന് യൂസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, മനപ്പാടാക്കിയിട്ട് പഠിക്കേണ്ട കാര്യമാണ് V3 ഫോംസ് എന്താണെന്നുള്ളത്. എന്തൊക്കെയാണ്? ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ, പുട്ട്, അതുപോലെ പ്ലേ, പ്ലേറ്റ്, പ്ലേഡ്, ഷൂട്ട്, ഷോട്ട്, അല്ലേ? അതുപോലെ സീ, സോ, സീൻ, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് V3 ഫോംസ് ഓഫ് ദ വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരും. ഇനി മൂന്നാമത്തെ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ ഒരു ബൈസ്റ്റാൻഡറിന്റെ ഒരു ന്യൂസ് റിപ്പോർട്ട് പോലെയാണ് പൊതുവെ ഉണ്ടാവുക എന്ന് പറഞ്ഞു അല്ലെ? കുറച്ച് ഡിസ്റ്റൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ അവിടെ നടക്കുന്ന കാര്യം റിപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് പാസീവ് വോയിസ് വരിക നമ്മൾ പറഞ്ഞു. അപ്പോൾ ആഡ് ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് ഈ ബൈസ്റ്റാൻഡറിന്റെ ബൈ വരുന്നു ഓർത്താൽ മതി. ബൈ എന്ന വാക്ക് ആഡ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ എന്തൊക്കെയാ റൂൾസ്? എക്സ് റൂൾ ഉണ്ട്, ബി പ്ലസ് V3 അല്ലേ? ആൻഡ് ബൈ എന്ന് പറയുന്ന വേർഡും കൂടി ആഡ് ചെയ്ത് വരുന്നു. അപ്പൊ ഈ റൂൾസ് നമുക്ക് ഓർത്ത് വെച്ചിട്ട് നമുക്കിനി ഈ സെന്റൻസ് ഏതാണ്? ദ ഹണ്ടർ ഷോട്ട് എ ടൈഗർ ഒന്ന് പാസീവിക്കാക്കി മാറ്റിയാലോ? മാറ്റാം. ഓക്കെ, ദി ഹണ്ടർ എന്നുള്ളത് നമുക്കറിയാം ഇത് ആക്റ്റീവ് വോയിസിലാണ്. അപ്പൊ ഞാൻ ഇവിടുത്തെ ഫസ്റ്റ് റൂൾ പ്രകാരം എന്തായി മാറും? ഒബ്ജക്റ്റ് ആയി മാറും അല്ലേ? ഇവിടെ സ്ഥലമില്ല, ഞാൻ കുറച്ച് വായിക്കാം, നിങ്ങൾ മനസ്സിലാക്കി ഉണ്ടാവും വിചാരിക്കുന്നു. ദി ഹണ്ടർ ഷോട്ട് ടൈഗർ ഇത് ആക്റ്റീവിലാണ്, ഇത് നമുക്ക് പാസീവ് ആക്കി മാറ്റണം അല്ലേ? ഓക്കെ, നമ്മൾ എക്സ് റൂൾ ഓർക്കുക. ഹണ്ടർ ഗോസ് ടു ദ പൊസിഷൻ ഓഫ് ഓബ്ജക്റ്റ് അല്ലേ? അപ്പൊ ഹണ്ടർ ഇവിടെ നമുക്ക് എഴുതാം. ഹണ്ടർ, ദി ഹണ്ടർ. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ആക്റ്റീവ് പാസീവിക്കോ പാസീവ് ആക്റ്റീവിക്കോ ആക്കി മാറ്റാൻ പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ ടെൻസ് മാറ്റാൻ പാടില്ല. അതിനാണ് നമ്മൾ ആദ്യം പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് കിടക്കുന്നത്. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പാസീവ് ഫോമിലേക്ക് ആക്കാനും മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞു ഈ ടൈഗർ എന്നുള്ളത് സബ്ജക്റ്റ് ആയി വരും. അപ്പൊ ഇത്രയും നമ്മൾ എഴുതിയില്ലേ? ഇത്രയും നമ്മൾ എഴുതി. ഇനി PSCയിൽ ഇപ്പോൾ നമുക്കറിയാം ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഈ നമ്മളിപ്പം ഈ റൂൾസിൽ വരുന്ന ഇപ്പം ഇത് നമ്മൾ ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം തന്നെ ആ 4 ഓപ്ഷനിൽ ടൈഗറിന് സ്റ്റാർട്ട് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒമിറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, ഇനി എ ടൈഗർ, ദ ഹണ്ടർ. അപ്പോൾ ഫസ്റ്റ് റൂൾ ഇവിടെ 3 എഴുതി. സെക്കൻഡ് റൂൾ എന്തായിരുന്നു? ബി ഫോംസ് ഓഫ് ദ വേർബ് പ്ലസ് V3 അല്ലേ? V3 ഫോം ഓഫ് ദ വേർബ്. നമുക്കറിയാം പാസ്റ്റ് ടെൻസിന് വരുന്ന ഹെൽപ്പിംഗ് വേർബ് ഏതാണ്? ഇവിടെ എ ടൈഗർ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, അപ്പോൾ വാസ് ആണ് എടുക്കേണ്ടത് അല്ലേ? അപ്പോൾ എ ടൈഗർ വാസ്. ഇനിയോ നമുക്കറിയാം ഇത് V3 ഫോം, ഷൂട്ടിന്റെ അല്ലെങ്കിൽ ഷോർട്ടിന്റെ V3 ഫോം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഷോർട്ട് തന്നെയാണ്. അപ്പോൾ വാസ് ഷോർട്ട് എഴുതില്ലേ? ഇത് സെക്കൻഡ് റൂൾ പ്രകാരം നമ്മളിവിടെ ആഡ് ചെയ്തു.
ഇനി ഒന്നും കൂടി ബാക്കിയുണ്ട് അല്ലെ. തേർഡ് റൂൾ എന്തായിരുന്നു? ബൈ ആഡ് ചെയ്യണം അല്ലെ. ടൈഗർ വാസ് ഷോട്ട് ദ ഹണ്ടർ എന്ന് പറയില്ല, ബൈ ദ ഹണ്ടർ എന്ന് വരും. ഡെഫിനറ്റ്ലി ഇവിടെ ബൈ ദ ഹണ്ടർ. നമുക്ക് ഉത്തരം കിട്ടിയല്ലോ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിനായിട്ട് ബന്ധപ്പെട്ട് PSC മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ KSFB 2015 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ആക്റ്റീവ് വോയിസ് ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഐ മീൻ പാസീവ് വോയിസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ദ ബിഗ് ബ്രദർ ഇസ് വാച്ചിങ് യു കെയർഫുള്ളി. ബിഗ് ബ്രദർ എന്ന് പറഞ്ഞാൽ വാർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണ് നമുക്കറിയാം. ബിഗ് ബ്രദർ ഇസ് വാച്ചിങ് യു കെയർഫുള്ളി. ഇവിടെ എന്താണ് സബ്ജക്റ്റും വേർബ് ഒബ്ജക്റ്റും നമുക്ക് ആദ്യം നോക്കാം. ബിഗ് ബ്രദർ എന്നുള്ളതാണ് സബ്ജക്ട് അല്ലെ, ബിക്കോസ് ഹി ഈസ് ദ ഡൂവർ ഓഫ് ദി ആക്ഷൻ. ഇവിടെ ആക്ഷൻ എന്താണ്? വാച്ച്, വാച്ചിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇത് സബ്ജക്റ്റ് ആണ്, ഇത് വേർബാണ്. ഈ വേർബിനോട് എന്ത്, ആര് തുടങ്ങിയ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കിട്ടുന്നതാണ് ഒബ്ജക്റ്റ് നമുക്കറിയാം. അപ്പൊ ആരാണ് ഒബ്ജക്റ്റ്? യു ആണ് ഒബ്ജക്റ്റ് അല്ലെ, നിങ്ങളെയാണ് നോക്കുന്നത്. അപ്പൊ ഇത് ഒബ്ജക്റ്റ് ആണ് നമുക്ക് മനസ്സിലായി. അപ്പൊ ഫസ്റ്റ് റൂൾ എന്തായിരുന്നു? എക്സ് റൂൾ ആയിരുന്നു അല്ലെ. അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്ത് വരും? ബിഗ് ബ്രദർ ഇങ്ങോട്ട് പോവും, യു ഇങ്ങോട്ട് വരും. ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം അത് എഴുതാം. യു ഇവിടെ എഴുതി, ദ ബിഗ് ബ്രദർ നമ്മളിവിടെ എഴുതി. ഓൾറൈറ്റ്. ഇനി എന്താണ്? ഇനി എന്താ നോക്കേണ്ടത്? നമുക്കറിയാം സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞത് ബി ഫോംസ് ഓഫ് ദ വേർബ് പ്ലസ് V3 ഫോം നമ്മൾ ഉപയോഗിക്കണം എന്നായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ടെൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് ഏത് ടെൻസിലാണ് പറയൂ? ഈസ് ഉണ്ട്, ING ഉണ്ട്. അപ്പൊ ഏത് ടെൻസ് ആയിരിക്കും? പ്രസന്റ് കണ്ടിന്യൂസ്. അങ്ങനെ നമ്മൾ ഓരോ സെന്റൻസിന്റെ എന്ത് മനസ്സിലാക്കുക? ടെൻസ് മനസ്സിലാക്കുക. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഓഫ് കോഴ്സ് നമുക്കറിയാം ടെൻസ് നമുക്ക് മാറ്റാൻ പറ്റില്ല പാസീവ് വോയിസ് ആക്കുമ്പോൾ. അപ്പോൾ യുവിന് പറ്റുന്ന പ്രസന്റിലുള്ളത് ഏതാണ്? പ്രസന്റിലുള്ള ബി ഫോം ഏതാണ്? യു ആർ. യു ഈസ് എന്ന് പറയില്ല, യു ആം എന്ന് പറയില്ല. അപ്പൊ യു ആർന്ന് വന്നു. ഇനി V3 വേണം അല്ലെ. അതിന് മുൻപ് നമുക്കറിയാം ING, അതായത് കണ്ടിന്യൂസിൽ വരുമ്പോൾ ബീയിങ് കൂടി ആഡ് ചെയ്യണം. എന്തിന്റെ കൂടെ? ഈ ബി ഫോംസ് ഓഫ് ദ വേർബിന്. അപ്പൊ യു ആർ ബീയിങ്. ഇത്രയും ശരിയല്ലേ? നമ്മളെ കിൽക്കത്തിൽ ചോദിക്കുന്ന പോലെ അല്ലേ. അപ്പൊ യു ആർ ബീയിങ്. ഇനി എന്താണ്? ഇവിടുത്തെ മെയിൻ വേർബ് വാച്ച് ആണ്. അപ്പൊ ഇതെന്താക്കി മാറ്റണം? V3 ഫോം ആക്കാം. വാച്ച്, വാച്ച്ഡ്, വാച്ച്ഡ്. അതാണ് V3. അപ്പൊ യു ആർ ബീയിങ് വാച്ച്ഡ്. പിന്നെന്താണ്? നമുക്കറിയാം തേർഡ് റൂൾ പ്രകാരം ബൈ ആഡ് ചെയ്യണം. ബൈ എപ്പോഴും ഇതിനുള്ള സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ടാവില്ല, വെരി സോറി. യു ആർ ബീയിങ് വാച്ച്ഡ് ബൈ ദ ബിഗ് ബ്രദർ കെയർഫുള്ളി. അതുകൊണ്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം, കെയർഫുള്ളി. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. ഓക്കെ, സോ ഹിയർ ഇസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എഡിറ്റർ വാസ് എഡിറ്റിംഗ് ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. ഇത് LDC 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് നമുക്ക് ഇതെങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഏതാണ്? സബ്ജക്ട് എന്ന് പറയുന്നത് എഡിറ്റർ ആണ്, വേർബ് എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആണ്, ആൻഡ് ഓബ്ജക്റ്റ് എന്താണ്? ഈ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് അല്ലെങ്കിൽ ന്യൂസ് എന്ന് പറയുന്നതാണ് എന്ത്? ഓബ്ജക്റ്റ് അതിന്റെ സ്ഥാനത്ത് വരുന്നത്. അപ്പൊ ഫസ്റ്റ് റൂൾ പ്രകാരം നമ്മൾ എക്സ് വിചാരിച്ചു. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് എന്ത് വന്നു? ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് വന്നു. ഞാൻ മൊത്തം എഴുതുന്നില്ല. ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. പിന്നെ ലാസ്റ്റിലേക്ക് ദി എഡിറ്റർ എന്ന് വന്നു അല്ലേ. ഇനി സെക്കൻഡ് റൂൾ പ്രകാരം ബി ഫോം ഓഫ് ദ വേർബ് പ്ലസ് V3. ഇവിടെ എന്താണ്? ഇത് ഏത് ടെൻസിലാണ് കിടക്കുന്നത്? വാസ് എഡിറ്റിംഗ് അല്ലേ. വാസ് എഡിറ്റിംഗ്, പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ്. എഡിറ്റർ ഒരു പ്രധാനപ്പെട്ട വാർത്ത എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ നമ്മൾ ഇതിലേക്ക് മാറ്റുമ്പോഴും അതിന്റെ ടെൻസിന് മാറ്റം വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വന്നു? ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. ന്യൂസ് എന്ന് പറയുന്നതിന് സിംഗുലർ പ്ലൂറൽ നമ്മൾ അങ്ങനെ കണക്കാക്കാറില്ല. അതുകൊണ്ട് തന്നെ വാസ് എന്ന് തന്നെ നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വാസ്. ഓക്കെ, പിന്നെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് എന്തെടുക്കണം? ബീയിങ് എടുക്കണം, ബി ഫോം ഓഫ് ദ വേർബിൽ. അപ്പോൾ വാസിന്റെ കൂടെ തന്നെ നമ്മൾ എന്തെടുക്കണം? ബീയിങ് എടുക്കണം. ബീയിങ്. പിന്നെന്താണ്? എഡിറ്റിംഗ്. എഡിറ്റ് എന്നുള്ളതിന്റെ V3 ഫോം എന്താണ്? എഡിറ്റ്, എഡിറ്റഡ്, എഡിറ്റഡ് തന്നെയാണ്. വാസ് ബീയിങ് എഡിറ്റഡ്. പിന്നെന്താണ്? തേർഡ് റൂൾ പ്രകാരം ബൈ നമ്മൾ ആഡ് ചെയ്തു. കഴിഞ്ഞു, ഇത്രേ
ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുകയാണ്. സോ ഹിയർ ഇസ് അവർ തേർഡ് ക്വസ്റ്റ്യൻ. The panchayat is constructing a community hall in our ward. ഇത് 2019 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ദ പഞ്ചായത്ത് ഇസ് കൺസ്ട്രക്ടിങ് എ കമ്മ്യൂണിറ്റി ഹാൾ ഇൻ അവർ വാർഡ്. നമ്മുടെ വാർഡിൽ പഞ്ചായത്ത് എന്താണ് ഒരു കമ്മ്യൂണിറ്റി ഹാള് നിർമ്മിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ പഞ്ചായത്താണ് ഡൂവർ അല്ലേ, സബ്ജക്ട് ഇദ്ദേഹമാണ്. ആൻഡ് കൺസ്ട്രക്ട് എന്നുള്ളതാണ് വേർബ്, ആക്ഷൻ അല്ലേ. ആൻഡ് എന്ത് എന്ന് ചോദിക്കുമ്പോൾ എന്താണ്, വാർഡാണോ വരിക? ഇവിടെ ചിലപ്പോൾ ചിലർക്ക് ഡൗട്ട് വരാവുന്നതാണ്, ഈ വാർഡും ഇതും ഉണ്ടല്ലോ, ഇതിലിപ്പോൾ ഏതാ ഒബ്ജക്റ്റും തോന്നും. നമ്മൾ പറഞ്ഞു വേർബിനോട് എന്ത് ആരെന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണെന്ന്. അപ്പോൾ കമ്മ്യൂണിറ്റി ഹാളാണ് തീർച്ചയായിട്ടും അവിടെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്നത്. അപ്പോൾ അത് ഓബ്ജക്റ്റ്. ഓക്കെ, ഇത്രയും ആദ്യം മനസ്സിലാക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് റൂള് പ്രയോഗിക്കാൻ പോവാണ്, എക്സ് റൂൾ അല്ലേ. ഇങ്ങോട്ട് കൊടുന്നു. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ എന്ത് വന്നു, എ കമ്മ്യൂണിറ്റി ഹാൾ എന്ന് വന്നു. എളുപ്പല്ലേ, എ കമ്മ്യൂണിറ്റി ഹാൾ. ആൻഡ് ഈ ഇവിടുത്തെ സബ്ജക്റ്റ് പാസീവ് വോയിസിലേക്ക് ഇങ്ങോട്ട് പോയി അല്ലേ. അപ്പോൾ ദ പഞ്ചായത്ത് നിന്ന് ഇവിടെ വന്നു, ദ പഞ്ചായത്ത്. ഓക്കെ, ഇനി സെക്കൻഡ് റൂൾ, ബി ഫോം ഓഫ് ദ വേർബ് പ്ലസ് V3. അപ്പോൾ നമുക്ക് എന്ത് വരും, ഇത് ഏത് ടെൻസിലാണെന്ന് നമ്മൾ നോക്കണം. ഇസ് പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഏതാണ് വരിക ഇവിടെ, ഈസ് തന്നെ. ഇവിടെ സിംഗുലർ ആണ്, കുറേ കമ്മ്യൂണിറ്റി ഹാൾസ് ഇല്ല. ഇവിടെ ത്രീ അല്ലെങ്കിൽ 2 കമ്മ്യൂണിറ്റി ഹാൾസ് ഉണ്ടെങ്കിൽ ഇവിടെ 6 എന്ന് വന്നേനെ. പക്ഷെ ഇവിടെ ഒന്നേ ഉള്ളത് കൊണ്ട് അത് ഈസ് വരുന്നു. പിന്നെയോ ING, അതുകൊണ്ട് ബീയിങ്, ഈസ് ബീയിങ്. കൺസ്ട്രക്റ്റിന്റെ V3 എന്താണ്, കൺസ്ട്രക്റ്റഡ് അല്ലേ, ഈസ് ബീയിങ് കൺസ്ട്രക്റ്റഡ്. കൺസ്ട്രക്റ്റഡ്. പിന്നെന്താണ്, തേർഡ് റൂൾ പ്രകാരം നമ്മൾ ബൈനെ ആഡ് ചെയ്തു അല്ലേ, ബൈ സ്റ്റാൻഡറിന്റെ ബൈ വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കമ്മ്യൂണിറ്റി ഹാൾ ഇസ് ബീങ് കൺസ്ട്രക്റ്റഡ് ബൈ ദ പഞ്ചായത്ത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇൻ അവർ വാർഡ് അങ്ങനെയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഈ എക്സാമ്പിൾ നമ്മൾ ക്ലിയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ നോക്കിയിരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു 2019 ഹൈക്കോർട്ട് ടെസ്റ്റിൽ ഇത് വന്നിട്ടില്ല, പക്ഷേ ഈ സിലബസിൽ അത് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ നമ്മൾ പൊതുവെ മനസ്സിലാവുന്ന ഒരു കാര്യം, സിമ്പിൾ പ്രസന്റ്, അതുപോലെ പ്രസന്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഈ ഒരു 4 ടെൻസുകളിൽ നിന്നുമാണ് പ്രധാനമായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നത്, എന്ത് ആക്റ്റീവ് ടു പാസീവിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതല്ലാതെ എന്താ ടെൻസുകളിൽ ഇത് പ്രയോഗിക്കും നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ പ്രസന്റ് പെർഫെക്റ്റ്, പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഇങ്ങനെ 4 കൂടി എന്ത് ഇത് ചെയ്യാൻ പറ്റും, കൺവേർഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, അതുപോലെ ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഈ 4 കൂടി നമ്മളങ്ങനെ പൊതുവെ ക്വസ്റ്റ്യൻസിന് വരാത്തതാണ്, പക്ഷെ നമ്മൾ അതും കൂടി ഒന്ന് നോക്കി വയ്ക്കാം. ഇനി അഥവാ നമുക്ക് അതിന് ക്വസ്റ്റ്യൻസ് വരുമെന്ന് നമുക്കറിയില്ല അല്ലേ. അപ്പോൾ ഇതാണ് പ്രസന്റ് പെർഫെക്റ്റില്. ഇപ്പോൾ ഹി റൈറ്റ്സ് എ ലെറ്റർ എന്നുള്ളത്, ഹി റൈറ്റ്സ് എ ലെറ്റർ എന്ന് സിമ്പിൾ പ്രസന്റില് ഹി റൈറ്റ്സ് ലെറ്റർ എന്നുള്ളൊരു സെന്റൻസ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിലേക്ക് ആക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക അല്ലേ. ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ, അവരൊരു കത്ത് എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നത്, ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ പാസീവ് വോയിസ് ആയിട്ട് ചേഞ്ച് ചെയ്യാം, അതേ റൂൾസ് തന്നെയാണ്, അവിടെ ചേഞ്ചും ഇല്ല. ഇത് സബ്ജക്റ്റ്, ഇത് വേർബ്, ഇത് ഓബ്ജക്റ്റ്, എക്സ് അല്ലേ. ഇവിടെ എ ലെറ്റർ, ഇവിടെ ഹീന്ന് ഇവിടെ വരുമോ ഇല്ലേ, ഹിം നൗ അല്ലേ, ഹിം നൗ. ഓക്കെ, സബ്ജക്റ്റും ഓബ്ജക്റ്റുമായി. ഇനി വേർബ് വരണം. അപ്പോൾ ഇവിടെ എന്ത് ഫോമിലാണ് നമ്മൾ പറഞ്ഞത്, പ്രസന്റ് പെർഫെക്റ്റ് ഫോമിലാണ് പ്രസന്റ്. അപ്പോൾ എന്താണ്, പ്രസന്റ് ആണ്, പക്ഷെ ഇവിടുത്തെ ഓക്സിലറി വേർബ് ഏതാണ്, ഹാസ് ആണ്. അപ്പോൾ എ ലെറ്റർ ഹാസ്. ആൻഡ് V3 ഫോം എന്താണ് ഇവിടെ എഴുതേണ്ടത്, V3 ഫോമും ബി ഫോം തന്നെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം എന്താണ്, പെർഫെക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബി ഫോം ഓഫ് ദ വേർബ് ബീൻ ആണ്. അപ്പോൾ എ ലെറ്റർ ഹാസ് ബീൻ, എന്നിട്ടാണ് എന്ത് വരുള്ളൂ, ഈ റിട്ടണിന്റെ സംഭവം വരുള്ളൂ. റിട്ടൺ ഞാൻ ഫുൾ ചെയ്തില്ല, ഒരു സ്ഥലം നേരത്തെ കൊണ്ട് എ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ. പിന്നെ നമ്മുടെ തേർഡ് റൂൾ പ്രകാരം ബൈ ഇവിടെ വന്നു, ബൈ ഹിം. എളുപ്പമായല്ലോ. ഇനി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതേ സെന്റൻസിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോം എടുക്കുകയാണ്. ഹി ഹാഡ് റിട്ടൺ എ ലെറ്റർ, അവനൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ഹി ഹാഡ് സബ്ജക്റ്റ്, ഇവിടെ ഓബ്ജക്റ്റ്, ഇത് വേർബ് അല്ലേ. നമ്മൾ എക്സ് ഇട്ടു, എ ലെറ്റർ
എൻ്റെ ഒപ്പം നിങ്ങൾക്കും ചെയ്യാൻ പറ്റില്ലെന്ന് നോക്കൂ കേട്ടോ. എ ലെറ്റർ, ഇവിടെ ഹിം വന്നു, ഇവിടെ ഹാഡ് തന്നെയാണ്, അപ്പൊ മാറ്റാൻ പറ്റില്ല. എ ലെറ്റർ ഹാഡ് പെർഫെക്റ്റ് ബീൻ റിട്ടൺ. പിന്നെ തേർഡ് റൂൾ പ്രകാരം ബൈ. എളുപ്പല്ലേ? ഓക്കെ, ഇനി നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ആണ് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ സിമ്പിൾ ഫ്യൂച്ചറിലുള്ള സെന്റൻസ്. ഹി വിൽ റൈറ്റ് എ ലെറ്റർ. അവൻ ഒരു കത്ത് എഴുതും. ഫ്യൂച്ചർ ആണ് അല്ലേ? അപ്പൊ ഇതിൽ നമുക്കറിയാം എക്സ് അഗെയിൻ, എ ലെറ്റർ, ഇവിടെ ഹിം, പിന്നെ ഇവിടെ നമ്മൾ ബി ഫോമും V3 എഴുതണം. അതെന്തായിരിക്കും? എ ലെറ്റർ വിൽ ബി. ഇവിടെ ഫ്യൂച്ചറിൽ നമ്മൾ വിൽ ബി എന്നുള്ളത് തന്നെയാണ് എന്താണ് ബി ഫോം ഓഫ് ദ വേർബ് ആയിട്ട് യൂസ് ചെയ്യുക. എ ലെറ്റർ വിൽ ബി. പിന്നെ ഇവിടെ എന്താണ് V3 റിട്ടൺ ബൈ. എളുപ്പമാണ്. ഇനി അടുത്തത് ഓക്കെ. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റിൽ ഇത് എന്തായി മാറും? ഹി വിൽ ഹാവ് റിട്ടൺ എ ലെറ്റർ എന്നായി മാറും. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ പാസീവിക്ക് മാറ്റും? അഗെയിൻ എക്സ് റൂൾ. എ ലെറ്റർ വിൽ ഹാവ് അതുപോലെ എടുത്തു. പെർഫെക്റ്റ് വരുമ്പോൾ ബീൻ അല്ലേ? അപ്പൊ വിൽ ഹാവ് ബീൻ. പിന്നെ റിട്ടൺ. ഇത്രയും നമ്മുടെ സെക്കൻഡ് റൂൾ ആണ്. ഇത് നമ്മുടെ ഫസ്റ്റ് റൂൾ പ്രകാരം ഇവിടെ എ ലെറ്റർ എടുക്കും, ഇവിടെ ഹിം എടുക്കും. ബി ഫോം ഓഫ് ദ വേർബ് പ്ലസ് V3 ആണത്. ബി ഫോം ഇത്രയും വരും. വിൽ ഹാവ് ബീൻ, ഇവിടെ റിട്ടൺ വന്നു. പിന്നെ തേർഡ് റൂൾ പ്രകാരം നമ്മൾ ബൈനെ എടുത്തു. ഈ ലെറ്റർ വിൽ ഹാവ് ബീൻ റിട്ടൺ ബൈ ഹിം. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ കോമൺ ആയിട്ട് കാണാറില്ല. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞത് പ്രകാരം എല്ലാ സെന്റൻസസും നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റില്ല, പാസീവ് ഫോം കണ്ടെത്താൻ പറ്റില്ല. കാരണം എന്താണ്? അതിനെ ഇൻട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ചില വേർബിന്റെ അവസാനം ഓബ്ജക്റ്റ് വരില്ല. ഫോർ എക്സാമ്പിൾ എന്താണ് ദ സ്കൈ ഈസ് ബ്ലൂ എന്ന് പറയാണ്. ഇവിടെ ബ്ലൂ എന്നുള്ളത് ഒബ്ജക്റ്റ് അല്ലല്ലോ, ഒരു അഡ്ജക്റ്റീവ് ആണ്. ഇതിനെ നമുക്ക് പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള സെന്റൻസസ് ഉണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഒരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, അതുപോലെ നമ്മുടെ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സ് ഓപ്പൺ ആണ്, അതിൽ കമന്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് എക്സാമിൽ വരുന്ന ഏരിയാസ് നമ്മൾ തുടർന്നുള്ള വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.